ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ ഇന്ന് ഫുള്ള് ക്ലീനിങ് ഡേ ആണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വെച്ച് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട, വീക്കിലി വൺസ് നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ചായിരുന്നു, പിന്നെ വിചാരിച്ചു മടിയായി. അതുകൊണ്ട് ഞാൻ എല്ലാ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോൾ പിന്നെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. കുട്ടാട്ടിനും അതും നല്ലോണം ഉറക്കാം. അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കിച്ചൺ ഫുള്ള് ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുട്ടാടൻ ക്ലീൻ ചെയ്തിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഫുള്ള് ഇതാകെ അലങ്കോലമായി കിടക്കുന്ന ഫുള്ള്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ട്. കിച്ചണെല്ലാം കുറച്ച് ലൈറ്റ്സൊക്കെ വെച്ച്, ലൈറ്റ്സ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വീട്ടിലുള്ള വാം ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ എടുക്കുമ്പോൾ രസമായിരിക്കുമല്ലോ. അങ്ങനെ അതിനുള്ള ക്ലീനിങ് ആണ്. അപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇനി ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി ഞാൻ വേഗം വീഡിയോ എടുക്കുമ്പോൾ കാണാം, പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇതാണ് അവസ്ഥ ഉള്ളത്. ഫുള്ള് നമുക്കിവിടെ കബോർഡിനടിയിൽ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സാധനങ്ങളും വിസിബിളായി കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് മെയിൻ ടാസ്ക്. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിടണം. വേഗം തുടങ്ങട്ടെ പരിപാടി. സാധാരണ എല്ലാ വീക്കും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വലിയ അങ്ങനെ മെസ്സായി കിടക്കാറില്ല. പക്ഷേ നാട്ടിൽ പോയിട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഡേ ക്ലീൻ ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ വേഗം പൊടി കയറുമല്ലോ, അതുകൊണ്ട് ഇത്ര മെസ്സായി കിടക്കുന്നത്. അല്ല ഇത്ര അവസ്ഥയാവാറില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയും കൂടി എടുക്കാമെന്ന്. അപ്പം വേഗം കഴിയുമല്ലോ. ആക്ച്വലി ഇത് കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ. എന്നോട് ഇത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ മറന്നുപോയി. കുറേ നാളായിട്ട് ഭയങ്കരമായി മടി പിടിച്ച് കിടക്കുവാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറെ സ്ഥലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആയ പോലെ തോന്നും. അതൊരു ഫ്രഷ് ഫീലിംഗ് തരും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനവും മാറ്റി റീഅറേഞ്ച് ചെയ്ത് വെക്കലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഹലോ, അപ്പോൾ ഇത് ഈ ഏരിയ ആണ് ഇനി മെയിനായിട്ട് വൃത്തിയാക്കാനുള്ളത്. ഞാൻ എല്ലാ സാധനം എങ്ങനെയും എടുത്ത് താഴേക്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. നല്ല ചൂടുണ്ട്, വേർക്കുന്നുണ്ട്. ഭയങ്കര ചൂട്. അപ്പം ഇനിയിപ്പം ഇതാ ഞാൻ പറഞ്ഞ, ഞാൻ LED ഒക്കെ ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. കാരണം ഇവിടെ ഇങ്ങനെ റാക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഫിക്സ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് പരിപാടി. ടൈം ലാപ്സ് ഇട്ടിട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെയാവും. ആദ്യം എഴുന്നേൽക്കുന്നതിന് മുമ്പ് മാക്സിമം എങ്ങനെയെങ്കിലും ഇത് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം നോക്കട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത്. അപ്പോൾ ഈ വീട് എടുക്കുമ്പം ഓപ്പൺ കിച്ചണ് കണ്ടപ്പോഴാണ് നമ്മൾ റൂം സെലക്ട് ചെയ്തത് തന്നെ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിലൊന്നും മീൻസ് ഈ കബോർഡിന് ഇല്ല, ഇങ്ങനെ ഡോർ ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും വിസിബിളാണ് ഉള്ളിൽ വെച്ചേക്കുക. അതേ ഇവിടെ ഒരു പ്രശ്നമായിട്ടേ ഉള്ളൂ. ബാക്കി നോക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല അടിപൊളിയാണ് കിച്ചണ്. മീൻസ് നമ്മൾ വിസിറ്റിങ്ങിൽ നിന്ന് നേരെ കിച്ചണാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ജോലി ചെയ്യുന്നൊരു ഫീലൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇങ്ങനെ എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോ കിച്ചണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ നോക്കി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്നുള്ള രീതിയിൽ ഞാൻ കുറേ പ്രൊഡക്ട്സ് ഇവിടെ ഉള്ളതും അല്ലാത്തതും ഒക്കെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ഈ കബോർഡിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫെയറി ലൈറ്റ്സ് ഒക്കെ വെക്കാനൊരു ഏരിയ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളൊരു വാം ലൈറ്റ് ഇങ്ങനെ എന്താ പറയുക, സെല്ലോ ടാപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണത്. അതിൻ്റെ കൂടെ മീഷോന്ന് വാങ്ങിച്ചൊരു ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. പക്ഷേ നൈറ്റ് നല്ല രസമാണ്. ആ വാം ലൈറ്റ് വരുമ്പം നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ കിച്ചണിൽ മെയിനായിട്ട് വേണ്ട മീൻസ് ടവൽസും കാര്യങ്ങളൊക്കെ കാണുന്നിടത്ത് തന്നെ എടുത്ത് വെക്കും. പിന്നെ എന്നോട് മറന്നു എവിടെ വെച്ചെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ ഫെസ്റ്റ് വന്നപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു ഭരണി പോലത്തെ സംഭവമായിരുന്നു, സെറാമിക്കിൻ്റെ. അപ്പം ഈ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ റീൽസും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളി ക്യൂട്ടാണ്. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ആ ഒരു കട്ട്ലറീസൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ്. പിന്നെ ഈ മീഷോന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഈ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും വരുന്നത്. അത് നല്ല അടിപൊളിയാണ്, നല്ല യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അതിനകത്ത് വെച്ച ആ ഒരു
പൊടിയൊക്കെ ഇട്ട് വെച്ചത് ഞാൻ ഡിമാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനിവിടെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഈ ഏരിയ മൊത്തം സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. അപ്പോൾ ഇനി ഇത് നൈറ്റ് ഞാൻ നല്ല വൃത്തിക്ക് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ലൈറ്റെല്ലാം മറ്റേ വാം ലൈറ്റെല്ലാം മറ്റേ അടിപൊളിയാണെന്ന് വിചാരിക്കാം. വേർത്ത് നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല സൺകിസ്ഡ് മൊമെൻ്റ്. വേർത്തോ എന്തൊരു ചൂടാണോ, കണ്ട ചൂട്. എനിക്ക് കുറച്ച് സമയം പോയിട്ട് ഫാൻ ഓടട്ടെ. രാത്രി എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എടുത്തു വെച്ചൊരു ഷോർട്സ് ഉണ്ടായിരുന്നു, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നൈറ്റ് നല്ല രസമാണ് ആ വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.